ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, നീ സ്റ്റേഷനിൽ തന്നെ ഇല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടച്ചാ. അതിനകത്ത് നമുക്ക് അനുകൂലമുള്ള പോലീസുകാരും ഇല്ലടാ മോനെ. ഉണ്ടായിട്ട് എന്ത് ഫലമാണച്ചാ? ഋതുവിനെ അറസ്റ്റ് ചെയ്തത് ആ ചൊറിയൻ എസ് ഐ അല്ലേ? അവനൊരു മുടയനാ, പണ്ടേ നമ്മുടെ ശത്രുവാ. എടാ, നമ്മൾ എന്ത് ചെയ്യൂടാ? അച്ഛൻ സമാധാനായിട്ടിരിക്കെ. ഞാൻ ഈ സ്റ്റേഷന്റെ പുറത്ത് കാവലില്ലേ. അങ്ങനെ അവർക്ക് നമ്മളെ തോപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളിവിടെ പത്മാവതി മാഡത്തിന്റെ വീട്ടിലാ, ഞാനും നിന്റെ അമ്മയും. ആണോ? മാഡം വലിയ കരച്ചില്ല. നിനക്കൊന്ന് സംസാരിക്കാമോ? ഞാൻ ഫോൺ മാഡത്തിന് കൊടുക്കാം. മോനെ രാജു. അമ്മേ, മോള് ലോക്കപ്പിൽ തന്നെയാണോ രാജു? അമ്മ വിഷമിക്കാതെ. നമ്മളെ ചതിച്ചവരുടെ ആളുകളാ ഈ സ്റ്റേഷനിൽ മുഴുവൻ. അപ്പൊ അവർക്ക് അവരുടെ അജണ്ട നടപ്പാക്കണ്ടേ അമ്മേ? മോനെ, അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ. അമ്മ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കാം. ഇതെല്ലാം ചെയ്തത് ഞാനാണെന്നും ജയനാഥേട്ടനെ കൊന്നത് ഞാനാണെന്നും പോലീസിനോട് പറയാം. അവരെന്നെ കൊണ്ടുപോയിട്ട് എന്റെ മോളെ പുറത്തു വിടുമല്ലോ. അതൊന്നും വേണ്ടമ്മേ. ഇനി അമ്മ വന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. മോനെ, ഇത് അവരുടെ പ്ലാനമ്മേ. അവരുടെ പ്ലാൻ സക്സസ് ആവണമെങ്കിൽ ഋതുവിനെ അവർക്ക് വേണം. കുറ്റവാളി ഋതിക തന്നെ ആവണമെന്ന് നിർബന്ധമുള്ളതുപോലെയാ ഇവിടെ ചിലരുടെ പെരുമാറ്റം. മോനെ, സാഹചര്യങ്ങളും തെളിവുകളും ഒക്കെ ഇപ്പൊ ഋതുവിനെതിരായിരിക്കാം. അയ്യോ, എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല. തോറ്റ് പിന്മാറുകയില്ല. എന്റെ ഋതികയെ ഞാൻ രക്ഷിക്കും. അതിനിപ്പോ എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും അത് ചെയ്തിട്ട് രാജു ഇവിടെ നിറങ്ങോ? അമ്മ വിഷമിക്കാതിരിക്കെ. അച്ഛനോടും അമ്മയോടും ഇതെന്നെ പറഞ്ഞേക്ക. ശരിയമ്മേ. എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കാനാവാൻ പറയുന്നത്. എനിക്ക് ഒരു സമാധാനമില്ല എന്റെ ദൈവമേ.